വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ L&T എന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ നിറയെ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ആപ്സാണ്, പ്രോഫിറ്റബിൾ ആപ്പാണ് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ്. കറക്റ്റായ ടൈമിൽ കറക്റ്റായ മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ ആപ്പിൽ ജോയിൻ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവർ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ലിങ്ക് രജിസ്റ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇതിൽ താഴെ ഇൻവെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്കിതിലെ പ്ലാനുകളൊക്കെ കാണാൻ കഴിയുക. പ്ലാനുകൾ നമുക്ക് നോക്കാം. വെൽഫെയർ ഫണ്ട്, വെൽഫെയർ, ഇന്നോവേറ്റീവ്, ഇങ്ങനെ 3 സെക്ഷനിലാണ് ഇതിലെ പ്ലാനുകൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ പറയുന്ന പ്ലാനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലാദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 350 രൂപയുടെ പ്ലാനാണ്. വെൽഫെയർ ഫണ്ടിലെ 350 രൂപയുടെ പ്ലാനിലാണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ഇതിൽ കാണുന്ന ഒരു പ്ലാനിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അക്കൗണ്ട് എന്നുള്ള സെക്ഷനിൽ നോക്കുക. ഒരു 20 രൂപ നമുക്ക് റീചാർജ് ബാലൻസിൽ ഉണ്ടായിരിക്കും. അത് മൈനസ് ചെയ്ത് വേണം റീചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ 330 രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. റീചാർജ് എന്നത് സെലക്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം 330 രൂപ റീചാർജ് എമൗണ്ട് എന്നതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീചാർജ് നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആകും. ഗൂഗിൾ പേ വഴിയായോ ഫോൺ പേ വഴിയായോ പേടിഎം വഴിയായോ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ നോക്കുമ്പോൾ 350 രൂപ ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ വെൽഫെയർ ഫണ്ടിലെ 350 രൂപയുടെ പ്ലാന് ഇൻവെസ്റ്റ് നൗ ചെയ്യുക. ഇതിൽ നമ്മൾ ഈ ഒരു പ്ലാൻ മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ, റീചാർജ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വെൽഫെയറിലെ 300 രൂപയുടെ പ്ലാനും നമുക്ക് ബൈ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ അതിൽ റീചാർജ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് 350 രൂപയുടെ പ്ലാൻ ബൈ ചെയ്ത് കഴിയുമ്പോൾ സൈൻ ഇൻ ഓപ്ഷൻ ഓപ്പൺ ആകും. ഡെയിലി സൈൻ ഇൻ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് വാലറ്റിൽ ആഡാകും. 8 രൂപ വെച്ചിട്ട് വാലറ്റിൽ ആഡായിക്കൊണ്ടിരിക്കും. അത് ഡെയിലി ചെയ്യണം. അതിനുശേഷം ഒരു ലക്കി വീൽ ഉണ്ടായിരിക്കും. ഏത് പ്ലാന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഏത് പ്ലാൻ ബൈ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ലക്കി വീൽ കിട്ടും. ലക്കി വീൽ ഒരു 9 രൂപ, 29 രൂപ, 79 രൂപ, 139 രൂപ വരയ്ക്കും ഇതിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് വെച്ച് ആണ് നമ്മൾ വെൽഫെയറിലെ 300 രൂപയുടെ പ്ലാന് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പനിയുടെ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് റീചാർജ് ചെയ്ത എമൗണ്ട് വാലറ്റിൽ ആഡ് ആയിട്ടില്ലെങ്കിൽ നമുക്കതിനെ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് ഈ കാര്യം പറയുകയാണെങ്കിൽ അവർ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ റീചാർജ് ചെയ്ത പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട്, UTR നമ്പർ എല്ലാം നമുക്ക് അവർക്ക് സെൻഡ് ചെയ്താൽ മതി. അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് തരും. പിന്നെ വെൽഫെയർ സെക്ഷനിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരും. 1 രൂപയുടെ പ്ലാൻ വരും. അപ്പോൾ ആ പ്ലാൻ, ഓരോ പ്ലാനും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി സൈൻ ഇൻ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ് 1 രൂപയുടെ പ്ലാൻ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്ലാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം ഓരോ ലക്കി വീൽ കിട്ടും. അതിലൊരു എമൗണ്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്നോവേറ്റീവിൽ ഒരിക്കലും ഒരു പ്ലാനും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ പ്ലാനും 49 ദിവസത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 50ാമത്തെ ദിവസമാണ് ഇതിലെ ഇൻകം നമുക്ക് വിഡ്രോവൽ വാലറ്റിൽ ആഡ് ആകുന്നത്. 49 ദിവസം വരയ്ക്കും ഈ ആപ്പ് റണ്ണിങ്ങിലുണ്ടായിരിക്കില്ല. അതേപോലെ വെൽഫെയർ ഫണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ 350 രൂപയുടെ ഇൻകം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതും 49 ദിവസത്തേക്കാണ് ഓരോ പ്ലാനും കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ആപ്പ് ഒരു 25 to 30 ദിവസത്തിനുള്ളിൽ പൂട്ടിപ്പോകും. അതായത് വിഡ്രോവൽ സ്റ്റോപ്പ് ചെയ്യും. ആപ്പ് റണ്ണിങ്ങിലുണ്ടായിരിക്കും, ഗ്രൂപ്പും ആക്റ്റീവായിരിക്കും, പക്ഷേ വിഡ്രോവൽ സ്റ്റോപ്പ് ചെയ്യും. അത് അറിയാതെ 49 ദിവസം വരയ്ക്കും എമൗണ്ടിന് ആയിട്ട് കാത്തിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഏൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെൽഫെയറിൽ 300 രൂപ പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 600 രൂപ കിട്ടുന്നുണ്ട്. ഈ 600 രൂപ നമുക്ക് പ്രോഫിറ്റാണ്.
300 രൂപയുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഈ ആപ്പിൽ ആ എമൗണ്ട് നമ്മൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുന്ന എമൗണ്ടും ലക്കി വിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും വെച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇതിൽ കിട്ടുന്ന എമൗണ്ട് നമുക്ക് പ്രോഫിറ്റാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു 70 രൂപ എൻ്റെ സൈഡ് ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ആ ഫോളോ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം. ഈ ഗ്രൂപ്പിലും കൂടെ ആഡ് ആയിക്കോളൂ. ടെലിഗ്രാം ഗ്രൂപ്പാണ്. ഇനി ഇതിലെ ലിങ്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ലിങ്ക് ഇതിൽ ഉണ്ടായിരിക്കും. അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവരും ഇതിൽ 350 രൂപയുടെ പ്ലാന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മീഷൻ ബേസിൽ ഒരു എമൗണ്ട് ആഡ് ആകും. താഴെ 2 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 രൂപ, 40 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1888 രൂപ കിട്ടുന്നുണ്ട്. അതേപോലെ ഡെയിലി ബേസിൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഡെയിലി ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 9 രൂപ, 5 പേരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 110, 10 പേരെ ഡെയിലി നിങ്ങളുടെ താഴെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 248 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു എക്സ്ട്രാ ഇൻകമാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ വിഡ്രോവൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വിഡ്രോവൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇതിൽ ബൈൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം. ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എമൗണ്ട് അടിച്ചു കൊടുക്കണം. 106 മുതൽ നിങ്ങൾക്ക് ഇതിൽ വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ഇതിൽ അടിച്ചു കൊടുക്കുകയാണ്. വിഡ്രോവൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ എമൗണ്ട് ക്രെഡിറ്റ് ആകും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.